വേർപാട് പാലിച്ച് വേണം ജീവിക്കാൻ. ലോകക്കാരെ പോലെ, ലോക മക്കളെ പോലെ അല്ല ദൈവമക്കൾ ജീവിക്കേണ്ടത്. കർക്കശമായി വേർപാട് പാലിക്കണം. മറ്റുള്ളവർ കാണിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നത് അതുപോലെ ചെയ്യാനും പ്രവർത്തിക്കാനും കാണിക്കാനും കാട്ടാനും ഒന്നും നമുക്ക് പ്രമാണമില്ല. നാം വേർപെട്ട ദൈവമക്കളാണ്. നമുക്കൊരു പ്രമാണമുണ്ട്. അതാ സംഖ്യാപുസ്തകം നിങ്ങൾക്കറിയാം 23:9 വായിക്കുന്നത് ഇങ്ങനെ, ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ലെന്ന. 9-ാം വാക്യം വായിച്ചേ മോളെ. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു. ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത്, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അപ്പോൾ ബിലയാം ഇങ്ങനെ നോക്കിയപ്പോൾ സെപ്പറേറ്റ് ജനമാ, തനിച്ചു പാർക്കുന്ന ജനം. ജാതികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാടില്ല. ജാതികൾ ബലി കഴിക്കുന്ന ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ഇതൊക്കെ ഉപദേശ വിഷയങ്ങളാണ്. സ്തോത്രം. അവർ കാണിക്കുന്ന പോലെ നമുക്ക് കാണിക്കാൻ വ്യവസ്ഥയില്ലെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. വേർപെട്ട ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതുകൊണ്ടല്ലയോ മുർദഖായിയെ പറ്റിയൊക്കെ ഹാമാൻ ചെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞൊരു പദമുണ്ട്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അതൊന്ന് വായിച്ചേ. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി വേറൊരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അടുത്തത്, അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസമാ. മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യാസമാ. സംസാരം വ്യത്യസ്തമാ. അതെ, സമീപനമൊക്കെ വ്യത്യസ്തമാ. വസ്ത്രധാരണത്തിന് വ്യത്യസ്തമുണ്ട്. ആരാധന വ്യത്യസ്തമാ. മറ്റൊത്തിരി കാര്യമുണ്ട്. ഒരുക്കം എല്ലാം വ്യത്യസ്തമാ. ഒന്നുമില്ലായിരിക്കും അല്ലയോ? വ്യത്യസ്തമാണെന്ന് ഇത് നമ്മൾ പറയുന്നതേ ഉള്ളൂ. എന്തോ വ്യത്യസ്തം? ഇത് വേർപാട് പ്രദേശമാണ്. അപ്പൊ ശരിക്ക് സുവിശേഷം കേട്ടാൽ ഈ ഉപദേശം സ്ഥാപിക്കണം. സുവിശേഷം പറയുമ്പോൾ ഇതൂടെ പറയണം. രക്ഷ മാത്രം പറഞ്ഞു വിട്ടാൽ പോരാ. എല്ലാവരും കൈപൊക്കെ വെച്ച് പോയി എങ്ങനെയാലും ആയിക്കോട്ടെ. അതല്ല, കൈപൊക്കുന്നവരെല്ലാം അങ്ങ് കാണണം. അങ്ങ് കാണണമെങ്കിൽ ശരിക്ക് ഉപദേശം പറയണം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശം. ഇത് ഭക്തിക്കൊത്ത ഉപദേശവും പഥ്യവചനമാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ല കേട്ടോ, ഇഷ്ടപ്പെടുകയല്ല. ദൈവത്തിന് മഹത്വം. ഇഷ്ടപ്പെടുകയല്ല. കാരണം ഉപദേശം കർത്താവിൻ്റെ കാലത്തും അങ്ങനെ ഉപദേശം പറഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പോഴൊക്കെ മുറുക്കിയ യോഗത്തിനൊക്കെ ഭയങ്കര ആളായിരുന്നു, ഇഷ്ടം പോലെ. ബാക്കിയൊക്കെ വന്നത് തലയെ ചുമ്മിക്കൊണ്ടാണ് പോയത്. ഭയങ്കര ആൾ, തെള്ളും. രോഗശാന്തിയുള്ളപ്പോൾ പറയുകയും വേണ്ട, അങ്ങ് ഭയങ്കര തെള്ള. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവ് പയ്യെ ഉപദേശത്തിലോട്ട് കയറി. അവൻ ഉപദേശിച്ച് തുടങ്ങി. അന്നേരം ആളിൻ്റെ തെള്ളു നിന്നു. ഉപദേശം ലളിതമാ, പക്ഷെ ഭയങ്കര ആഴമാ. കർത്താവ് ഇങ്ങനെ പറഞ്ഞ് ഇവിടെ അടിക്കുകയെന്നേ ഇവിടെ കൂടെ കാണിച്ചേക്കാൻ. അന്നേരം കുറച്ച് പേര് പോയി. കാരണം വന്നവർ തിരിച്ചടിക്കാനായിട്ടായി വന്നേ. അവർ വന്നത് ഗുരു ഒന്ന് പ്രാർത്ഥിച്ചു വിടും, ഞങ്ങൾ 2 പൊട്ടിച്ചേച്ച് വരാം. അതിനാണ് ഇവർ വന്നത്. ചെല്ലു പറയത്തില്ലേ, പക്ഷേ ഞങ്ങൾ കോടതിയിലോട്ട് പോകാം, പ്രാർത്ഥിച്ചേച്ച് പോകാമെന്ന് ഓർത്ത് പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം. പാസ്റ്റർ പ്രാർത്ഥിച്ചോടനെ ചില പാസ്റ്റർമാർ, കർത്താവേ നിന്റെ ദാസന്മാർ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു, ദൈവം ഇടപെടണം. പോലീസ് സ്റ്റേഷനിലെല്ലാം ദൂതന്മാരെ ഇറക്കണം. SIയുടെ ഉള്ളത്തോട് ദൈവം. അങ്ങനാണോ? അങ്ങനല്ലേ പ്രാർത്ഥന? അപ്പം ആൾക്കാർ ഇഷ്ടം പോലെ വന്നപ്പം കുറേ പേര് തിരിച്ച് തല്ലണം. അപ്പം യേശുവിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു പോയി തല്ലാന്നുള്ള ചിന്തയല്ലേ വന്നെ. അപ്പം യേശുവിൻ്റെ ഉപദേശം ഇതാ, പിന്നെ ഇവിടെ അടിക്കുക എന്നെ ഇവിടെ കൂടെ കാണിച്ചേക്കാൻ. അപ്പോൾ ആ ഗ്രൂപ്പുകാരെല്ലാം പോയി. അവർ പറഞ്ഞ് നടപടിയില്ലെന്ന് പറഞ്ഞു പുള്ളിയുടെ കൂടെ നിന്ന.
അപ്പം വേറൊരു ഗ്രൂപ്പുകാർ കർത്താവ് പറഞ്ഞു ഉടുപ്പ് ചോദിക്കുന്നതിന് പുതപ്പൂടെ കൊടുത്തേക്കാൻ. അവരും പോയി. അടുത്ത ഉപദേശം ഇതാ, ശത്രുവിന് വിശക്കെന്തെങ്കിലും തിന്നാൻ കൊടുത്തേക്കാൻ. അങ്ങനുണ്ടോ? ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക നടന്നേച്ച് വരാൻ. ഇതൊക്കെയാണ് യേശുവിൻ്റെ ഉപദേശം. ഇതെല്ലാവർക്കും ഇഷ്ടമല്ല. നിന്റെ സഹോദരൻ എന്തേലും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ അവനല്ല, നീ അങ്ങോട്ട് ചെന്ന് നിരപ്പാകണം. ഇതൊക്കെയാ ഉപദേശം. 70 വട്ടം ക്ഷമിക്കണം. ഇതൊക്കെയാ ഉപദേശം. സ്തോത്രം, സ്തോത്രം. ഇങ്ങനെ ഉപദേശത്തിലോട്ട് കയറിയപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയി. ഒടുവിൽ 12 പേര് ശേഷിച്ചു. കർത്താവ് ചോദിച്ചു, എന്ത് ചെയ്യാൻ നേരത്തെ പോലെ ആളൊന്നും യോഗത്തിന് ഇങ്ങനെയൊന്നും പ്രസംഗിച്ച ആൾ വരികയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളൂ, ഇങ്ങനെയൊന്നും പ്രസംഗിച്ച ആൾ വരത്തില്ല. ആൾ വരണമെങ്കിൽ അതിനൊക്കെ ചില ട്രിക്കുകളുണ്ടെന്ന് പറഞ്ഞു. അതിനാ ട്രിക്ക് അതൊക്കെ ഉണ്ട്. അതിന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ചില വിടുതലുകൾ കാണുന്നു. അത് ഈ വിറപ്പിച്ചൊക്കെ പറയണം. ഇന്ന് രാത്രി അത് വൈബ്രേഷനില്ല. മനോവേദനയാൽ ഭാരപ്പെടുന്ന ചിലരെ ആത്മാവ് കാണുന്നു. അങ്ങനെ പറഞ്ഞാൽ മതി, അന്നേരം തള്ളയിളകും. എന്നൊക്കെ ചില ഉണ്ട്. കടഭാരത്താൽ വലകുന്ന ചില വ്യക്തികളെ കാണുന്നു. മുഴുവൻ കടമെടുത്ത് വെച്ചിരിക്കുന്നതാ. അത് ആർക്കാ കടവ്? മുഴുവൻ എണ്ണവും പരുവക്കേടാ. ആരോടും പറയാത്ത ചില വിഷയങ്ങളുമായി വന്നവരുണ്ട്. എല്ലാ അത്രയും ടൈപ്പാ. ആരോടാ പറയുന്നത്? ആരെ വിശ്വസിച്ചാ പറയുന്നത്? ഇതൊക്കെയാണെങ്കിൽ ആള് കൂടും. ഇങ്ങനെ ഉപദേശം പറഞ്ഞാലൊന്നും ആള് കൂടുകയില്ല. അപ്പം കർത്താവ് പറഞ്ഞ, എന്നാൽ ഞാൻ അടുത്ത ആഴ്ച മുതലൊന്ന് ശ്രദ്ധിക്കുക എന്നല്ല പറഞ്ഞേ. കർത്താവിന് നിങ്ങൾക്കും പോകാൻ മേലേ, എന്നാൽ ഞാൻ അടുത്ത ആഴ്ച ഇച്ചിരി ശ്രദ്ധിക്കാന്നല്ല പറഞ്ഞേ. പ്രസംഗത്തിൻ്റെ ടോണ് മാറ്റാം, സബ്ജക്റ്റ് മാറ്റാമെന്നൊന്നും അല്ല യേശു പറഞ്ഞേ. യേശുവിന് അങ്ങനത്തെ പേടിയൊന്നുമില്ല. യേശു ഉടനെ അവർ പറഞ്ഞ് നിങ്ങൾക്കും പോകാൻ മേലേ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിൻ്റെ ശൈലി മാറ്റത്തില്ല. അടുത്ത ആഴ്ച കുറച്ചുകൂടെ കട്ടിക്കേ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുന്നെങ്കിൽ വണ്ടി പോകുന്നതിന് മുന്നേ നിങ്ങൾക്കും പോകാമെന്ന് പറഞ്ഞു. യോ എൻ്റെ പീറ്ററെ, നിങ്ങളൂടെ എന്നെ ഇട്ടേച്ച് പോകരുത്, അവന്മാരോ പോയി എന്നൊന്നും അല്ലേ യേശു പറഞ്ഞേ. തീർത്ത കാര്യം പറഞ്ഞപ്പം പത്രോസ് പറഞ്ഞു, അയ്യോ ഞങ്ങൾ പോകാനോ? നിത്യജീവൻ്റെ മൊഴി നിൻ്റെ പക്കലാണ്, നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറയും എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്പം തിന്നാൻ വന്നതോ രോഗശാന്തിക്ക് വേണ്ടി മാത്രം വന്നതോ വീടും വണ്ടിയും മൊത്തവും കാറും ലോറിയും ജോലി അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. അതൊക്കെ കിട്ടുന്നേ കിട്ടട്ടെ, അതല്ല ഞങ്ങളുടെ മെയിൻ വിഷയം. ഞങ്ങളുടെ മെയിൻ വിഷയം നിത്യജീവൻ്റെ മൊഴിയാണ്. അത് നിന്റെ പക്കലാ. ഇത് കർക്കശമായ വേർപാട് ഉപദേശമാണ്. അപ്പൊ ശരിക്കും സുവിശേഷം കേട്ടാൽ മാനസാന്തരം നടക്കണം, സ്നാനം നടക്കണം, അഭിഷേകം പ്രാപിക്കണം. വേർപാട് ഉപദേശം ഈ ഒരു പദമേ ഉള്ളൂ വേർപാടെന്ന്. വേർപാടിനകത്തെല്ലാം ഉണ്ട്. മനസ്സിലായോ? നല്ലൊരു സഹോദരൻ ചോദിച്ചു, സിനിമ കാണരുതെന്ന് ബൈബിളിൽ എവിടെ എഴുതിയേക്കുന്നത്? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. സിനിമ കാണരുത് ഞാൻ വായിച്ചിട്ടൊന്നും കണ്ടില്ല. അച്ഛാ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പുക വലിക്കരുതെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നാ വലിക്കാത്ത? മൂക്കിന് തുളയില്ലാഞ്ഞിട്ടാണോ? അതോ സാധനം കിട്ടാഞ്ഞിട്ടാണോ? അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങിയെന്നാ വാക്യം. വേദപുസ്തകത്തിലെ പ്രധാന ഒരു ഉപദേശമാ വേർപാട്. വേർപാടെന്ന ഉപദേശത്തിനകത്ത് ഈ പറഞ്ഞ കേസെല്ലാം വരും. ഒരു ചെറിയ ഉദാഹരണം തരാം. ഉദാഹരണമാണ്. കർത്താവും മിക്കതും ഉപമ കൂട്ടിയല്ലേ പറഞ്ഞ ഉദാഹരണം. ഇപ്പൊ ഉദാഹരണം പോൾ പാസ് അല്ലേ? ഇപ്പൊ ഞാനും ബഹുമാനപ്പെട്ട പോൾ പാസ്റ്ററും കൂടെ ഒരു വിവാഹ ശുശ്രൂഷയ്ക്ക് പോകുക എന്ന് വിചാരിക്കുക. ഞങ്ങളുടെ അവിടെ തിരുവിതാംകൂറിൽ, സെൻട്രൽ ട്രാവൻകൂറിൽ. ഇവിടുത്തെ രീതി എനിക്ക് അറിയത്തില്ല. ഞങ്ങളവിടെ ചെന്ന്
ആ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് ഭയങ്കര ആളുമായിരുന്നു, തെള്ളുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു, പിന്നെ കണ്ടില്ല. അപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പം പോൾ പാസ്റ്ററോട് ചോദിച്ചല്ലേ, പോൾ പാസ്റ്ററിനോട് ചോദിച്ചു, പാസ്റ്റർ കല്യാണം കഴിഞ്ഞ് എപ്പോഴാണ് പോയത്? ഉടനെ ഞാൻ പറയാ, ഞാൻ ഊണ് കഴിഞ്ഞ ഉടനെ അങ്ങ് പോയി. അതിൻ്റെ അർത്ഥം കൈ കഴുകാതെ പോയെന്നാണോ? അല്ല, അതൊരു സാധാരണ പ്രയോഗമാണ്. ഊണ് കഴിഞ്ഞ ഉടനെ പോയി, അതിൻ്റെ അർത്ഥം ഉടനെ പുള്ളി കൈ കഴുകാതാ പോയല്ലേ? അങ്ങനെ പുള്ളി ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെയൊക്കെ അവിടെ ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണമാണെങ്കിൽ നല്ല ഈ വെജിറ്റബിൾ ആകും എല്ലാം, അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഓരോന്ന് വിളമ്പുന്ന രീതിയുണ്ട്, കഴിക്കുന്ന രീതിയുണ്ട്, അതിനൊക്കെ ക്രമമുണ്ട്. അത് കഴിച്ചേച്ച് പായസം പല ടൈപ്പ് കൊണ്ടുവരും. അതൊക്കെ ഇഷ്ടപ്പെട്ടത് അന്നേ പഴമൊക്കെ ഞെരടി, ചിലർ നാരങ്ങായും പപ്പടമൊക്കെ ചേർത്ത്, അത് കണക്കുണ്ട്. അതെല്ലാം നന്നായിട്ട് കഴിച്ച് അത് കഴിഞ്ഞ ചിലയൊക്കെ ചിലരും അവിടെ മടക്കി വെക്കാൻ പറയും, ചിലർ എടുക്കാൻ പറയും. ആ ഒരു പോക്കൊക്കെ ഉണ്ട്, വെള്ളം. അപ്പം ഇങ്ങനെ പോകുമ്പോൾ ഇതിലെ കൂടെ എന്ന് പറഞ്ഞാൽ വെള്ളമുള്ള സ്ഥലത്ത് ചെന്ന് കൈ കഴുകി വൃത്തിയാക്കി തൂവാല കൊണ്ട് തുടച്ച്, അല്ലെങ്കിൽ നാരങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത്, അങ്ങനെ എന്നാ എൻ്റെ അർത്ഥം. പക്ഷെ പറയുമ്പം ഊണ് കഴിഞ്ഞ് പോയെന്നേ പറയുള്ളൂ. ക്രിസ്ത്യാനികളുടെ കല്യാണമാണെങ്കിൽ ഇറച്ചി മീനുമൊക്കെ വെട്ടല ഭാഗത്ത് വിളമ്പുന്നത്, നാക്കല ഭാഗത്ത് വിളമ്പുന്നതുണ്ട്. അതെല്ലാം ക്രമത്തിൽ വിളമ്പി കഴിച്ച് പഴയ ക്രിസ്ത്യാനികളുടെ, ഇപ്പോൾ എല്ലാം ഐസ്ക്രീം ക്രിസ്ത്യാനികളാണ്. അതുപോട്ടെ, പണ്ട് തൈരും പഴവും പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു പിടിയുണ്ട്, കൈയുടെ വടവിൽ കൂടെ ഒക്കെ ചാടി അതും കഴിഞ്ഞേച്ച് വെള്ളം. അപ്പൊ ഊണ് കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞാൽ കൈ കഴുകാതെ പോയെന്നല്ല നിന്റെ അർത്ഥം. ഊണ് കഴിഞ്ഞ് ഒന്നെങ്കിൽ ഇല മടക്കി അല്ലെങ്കിൽ ഇല എടുത്തുകൊണ്ട് അത് കളയേണ്ട സ്ഥലത്ത് കൊണ്ട് കളഞ്ഞ് വെള്ളമുള്ള സ്ഥലത്ത് ചെന്ന് വൃത്തിയായിട്ട് കൈ കഴുകി തൂവാലയുണ്ടെങ്കിൽ തൂത്ത് തുടച്ച് വൃത്തിയാക്കി വന്ന വാഹനത്തിൽ അല്ലെങ്കിൽ വന്ന രീതിയിൽ പോയെന്ന അതിൻ്റെ അർത്ഥം. അത്രയും വിശദീകരിക്കത്തില്ല. പറയുമ്പോൾ ഒറ്റ വാക്ക് പറയും, ഊണ് കഴിഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ പ്രധാന ഉപദേശത്തിലൊന്നാ വേർപാട്. വേർപാട് എന്നൊരു പദമേ ഉള്ളൂ, പക്ഷെ ഇതിനകത്ത് ഇത് മുഴുവൻ അടങ്ങും. സകല ഉണ്ടാവേണ്ടി ഇതിനകത്ത് അടങ്ങി അത് ക്രമീകരിക്കണം. 28 കെട്ട്, മാമോദീസ, ആണ്ടിയാത്രം, അടിയന്തരം, 16 അടിയന്തരം, പിന്നെ ഉണ്ടല്ലോ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, പിന്നെ സപ്തതി, ഷഷ്ടി, നവമി, ഇങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. പുതിയ വീട് വെക്കുമ്പോൾ പാല് കാച്ചുക, വലത്തുകാല് വെച്ച് കയറുക, അമ്മന് സഹോദരൻ പല്ലി ചലയ്ക്കുന്നതിനെ പറ്റിയുള്ള വിശ്വാസം, കടുക് താഴെ വിടരുത്, വഴക്കുണ്ടാക്കും, സന്ധ്യ കഴിഞ്ഞാൽ തുണി കല്ലേ തല്ലി അലക്കരുത്, മനസ്സിലായില്ലേ? കട്ടിലിരുന്ന കാലിങ്ങനെ ആട്ടരുത്, ഉണ്ടല്ലോ ഒത്തിരി. 1-ാം തീയതി വന്ന് കയറണം, രാവിലെ വരണം, അവൻ കയറുന്നതിന് മുന്നേ. എന്നാന്നറിയാൻ പറ്റില്ല, 2 ദിവസമായിട്ട് കൈ അല്ലല്ലോ ഉണ്ട്, ചൊറിച്ചിലുണ്ടെന്നാണ്. അതെനിക്ക് എന്നാ കണ്ണ് ഞാൻ കണ്ടമാനം ചിരിച്ചിന്ന്. എന്നാണോ കൂടെ തുമ്മുന്ന എൻ്റെ കാര്യം? നിൻ്റെ കാര്യം പറയാനുണ്ട്, അതുകൊണ്ട് ഇഷ്ടം. ഇങ്ങനെയുള്ള ഒത്തിരി അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ഇല്ലേ? ഇതെല്ലാം ഈ വേർപാട് ഉപദേശത്തിൽ വരും, അതെല്ലാം കളയണം. പഴയ മാമൂലുകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമായി നിങ്ങൾ വീഡിയോ പിടിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇച്ചിരി കട്ട് ചെയ്തിട്ട് നാശോപ്പിച്ച് വെച്ചേക്കരുത്, അതങ്ങനെ തന്നെ കിടക്കാവുള്ളൂ. മനസ്സിലായോ? ആരുടെ അമ്മനെ വീഡിയോ? മോൻ്റെ ആണോ? ആരാ അതിൻ്റെ ആള്? ഇങ്ങനെ കാണിക്കാതെ മോനാന്നോ അതിൻ്റെ ആള്? അവൻ മിണ്ടുന്നുമില്ല. മോനാന്നോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? കട്ട് ചെയ്തിട്ട് മൊത്തം അവൻ കിട്ടു. കുറേ ഒരു തൊഴിലും ഇല്ലാത്ത കുറേ അവന്മാരുണ്ട്. ഇച്ചിരി കട്ട് ചെയ്തിട്ട് വിവാദമാക്കിക്കളെ. അത് ചെയ്യരുത്. പ്രസംഗം എല്ലാവരും കേൾക്കട്ടെ, അത് മുഴുവൻ ഇടണം. അല്പം ഇട്ടേച്ച് കാശുണ്ടാക്കരുത്.
കാശുണ്ടാക്കിയാൽ നിനക്ക് നിൻ്റെ സന്തതി ഇവരെ മോനോടല്ല. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പ്രസംഗം മൊത്തം ഇട്ടോണം. എല്ലാവരും കേൾക്കാനില്ലേ പ്രസംഗിക്കുന്നത്? കാരണം നല്ല കാര്യമായി പറയാനേ. പക്ഷെ അത് ഇച്ചിരി മാത്രം കട്ട് ചെയ്ത് യൂട്യൂബിലിട്ടേച്ച് അതിനൊരു തലക്കെട്ടുമൊക്കെ കൊടുത്ത് അത് അവൻ്റെ അക്കൗണ്ടിൽ കാശ് വരാനോ ആ കാശ് അവനും അവൻ്റെ സന്തതിക്കും ഗുണം വരികയില്ല. കാരണം പാവം പിടിച്ച കെ എബ്രഹാമിനെ ഉപദ്രവിച്ചില്ലേ? കെ എബ്രഹാമിന് നിങ്ങൾ അന്ന് അറിഞ്ഞില്ലേ? ഇല്ലേ? അങ്ങേര് കടന്ന് തീ തിന്ന് എത്ര നാള് പതാകയെ പറ്റി പറഞ്ഞു. അതാ എല്ലാം മറന്നുപോയി നിങ്ങൾ. അദ്ദേഹം സഭയ്ക്കകത്ത് ഒരു വിഷയം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാ. അത് ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ അത് മാത്രം കട്ട് ചെയ്ത് ആ മനുഷ്യനെ എന്ത് ഉപദ്രവിച്ചു. ദൈവം അങ്ങനെ കൈവിട്ടില്ല. ദൈവം അങ്ങനെ ശക്തമായിട്ട് ഉപയോഗിക്കുക. എന്നാൽ എന്ത് മനോവേദന തിന്നെന്നറിയാം. ഏതെല്ലാം എന്നോടും അദ്ദേഹം പറഞ്ഞു, ആരൊക്കെയാണ് ഫോൺ ചെയ്യുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, കത്തിക്കും, നിന്നെ കൊല്ലും. എന്നാൽ രാഹുലീശ്വര് പതാകയെ പറ്റി പറഞ്ഞപ്പോൾ ആർക്കും പ്രശ്നവും ഇല്ല. കണ്ടോ? ഇത് തന്നെ പുള്ളി. പക്ഷെ അത് വേറെ ആളായിപ്പോയി. അപ്പം അതുകൊണ്ട് ഞാൻ യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്ന കുറേ അണ്ണന്മാരോടായി പറയുന്നത്. പ്രസംഗം മൊത്തം വിട്ടു ഒരു എതിരുമില്ല, കേൾക്കാനില്ലയോ പ്രസംഗിക്കുന്നത്. അത് ഇച്ചിരി കട്ട് ചെയ്ത് കുറേ എണ്ണം ഉണ്ട് നമ്മളെ ഒതുക്കാനെ. ഇച്ചിരി കട്ട് ചെയ്തിട്ട്, കാരണം 5 പൈസ മുടക്കില്ല, പരിക്കാതിരിക്കുകയല്ലേ. ഒരു കുന്തം എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, ഞാൻ മാത്രമല്ല, അനേക ദൈവദാസന്മാരെ ദൈവമക്കളെ ഉപദ്രവിക്കുന്ന കുറേ എണ്ണമുണ്ട്. ഇവന്മാർക്ക് അക്കൗണ്ടിനകത്ത് കാശും വേണം. അപ്പോൾ ഇപ്പോൾ ഈ കൺവെൻഷൻ നിങ്ങൾ എന്ത് ചിലവാക്കിയാണ് ഇത് ചെയ്യുന്നത്? അവർക്കൊരു മുടക്കും അവരുടെ അക്കൗണ്ടിൽ. ഇപ്പോൾ ഉദാഹരണം, പണ്ട് ഒരു സഭയുടെ മേലധ്യക്ഷൻ ഈ സഭയുടെ മിറ്റത്തിരുന്ന് ചാരുകസയിലിരുന്ന് ഇങ്ങനെ 4 മണിക്ക് കാറ്റ് കൊണ്ടപ്പം മാവേന്നൊരു മാങ്ങ വീണ്, പഴുത്ത മാങ്ങ. അപ്പം പേരും സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, നടന്ന കാര്യമാണ്. അപ്പം സഭയിലെ മേലധ്യക്ഷൻ ഇങ്ങനെ കസേര ഇരുന്നപ്പം ഒടൊന്ന് ശബ്ദം നോക്കിയപ്പം ആ നല്ല തേന്മാവ മാങ്ങ വീണ്. അപ്പം പുള്ളി കപ്പിയാരോട് പറഞ്ഞു, എടാ മാങ്ങ ഇനി കഴുകിക്കൊണ്ട് വരാൻ. പുള്ളി കാറ്റ് കൊണ്ടിരിക്കുകയല്ലേ, മാങ്ങ കൊണ്ട് കൊടുത്തു. അപ്പോൾ എടാ ആ കത്തിയും കൂടി ഇഞ്ഞെടുത്തോണ്ട് വരാൻ പറഞ്ഞു. പുള്ളി കാറ്റ് കൊണ്ടിരിക്കുക, അപ്പോൾ ഒരു എൻജോയ് ചെയ്യാൻ. അപ്പം അവൻ കത്തി കൊണ്ട് കൊടുത്തു. അപ്പം കത്തി ഈ മാങ്ങ ഇങ്ങനെ തൊലി എത്തുക. അപ്പം പുള്ളിക്ക് എതിരുള്ളൊരു പുള്ളി എപ്പോഴും ഇങ്ങനെ അരമനയുടെ ചുറ്റും ഇങ്ങനെ പമ്മി നടക്കുന്ന ആളാണ്. പുള്ളി ഇങ്ങനെ അരമന എന്നാ നടക്കുന്ന, അരമനയിൽ എന്തോ അപ്പം അങ്ങനെ പുള്ളി മതിലിൻ്റെ എതിരെ കൂടെ പോകുമ്പോൾ തിരുമേനി കത്തിയായിട്ടിരുന്ന് മാങ്ങ. അപ്പം ഇവനെ സൂത്രത്തിൽ മാറുന്ന വെച്ച് മാങ്ങ ഇങ്ങനെ ചെത്തിയപ്പം ആ കത്തിയുടെ ഫോട്ടോ മാത്രം എടുത്ത്. അങ്ങനുണ്ട് ബുദ്ധി. ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ചെത്തിയപ്പോൾ എന്നിട്ട് പിറ്റേന്ന് പത്രത്തിൽ കൊടുത്തു, തിരുമേനി അരമനയിൽ കത്തി കാട്ടി. എങ്ങനുണ്ട്? സത്യമല്ലേ? പുള്ളി കത്തിയായിട്ടിരിക്കുക, പുള്ളിയുടെ മുഖവും കത്തിയുടെ ഫോട്ടോയും. മാങ്ങാപ്പഴം കാണിക്കുന്നില്ല. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, നടന്ന കാര്യമാണ്. ഇങ്ങനെ എത്തിയപ്പം തിരുമേനി അരമനയിൽ ഫോട്ടോ സഹിതമാണ് വന്നേക്കുന്നത്. അങ്ങനുണ്ട്. അങ്ങനത്തെ ഒത്തിരി വിദ്വാന്മാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത് ശരിയാകത്തില്ല. അതുകൊണ്ട് പ്രസംഗം മൊത്തം വിട്ടു, എല്ലാവരും കേൾക്കാനില്ലയോ പറയുന്നേ. പക്ഷേ അല്പം മാത്രം കട്ട് ചെയ്ത് അതിനൊരു പ്രത്യേക തലക്കെട്ട് കൊടുത്ത്, അപ്പോൾ തലക്കെട്ട് കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് തിരുമേനി കത്തിയോ എല്ലാവരും നോക്കും. അത് സൂത്രമാകും. ഒത്തിരി എണ്ണം സൂത്രക്കാരിറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ പൈസയൊന്നും അവൻ്റെ സന്തതിക്കും ഒന്നും ഗുണം വരികയല്ല. വേറൊരുത്തൻ അവനെ തീ തീറ്റിയ ചാച്ചോ നീ ഉണ്ടാക്കുന്നത്. ആ കേബ്രഹാം എന്ത് ബുദ്ധിമുട്ടിയെന്നറിയാമോ? അയ്യോ, മനോവേദനയോടെ. പക്ഷേ ദൈവം അദ്ദേഹത്തെ കൈവിട്ടില്ല. ദൈവത്തിൻ്റെ മഹത്വം. നമുക്ക് ആ ഭാഗം വിടാതെ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. എല്ലാവരും സുവിശേഷത്തിൻ്റെ സാക്ഷികളാകണം. ഇത് വേർപാട് ഉപദേശമാണ്. എടുത്ത വാക്യത്തോട് ഒന്ന് കൂറ് പുലർത്തി പെട്ടെന്ന് നിർത്താം. അന്നേരം നമ്മുടെ സമയമാകുമെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം എന്തുവായി? ഒരു 10 മിനിറ്റ് കൂടെ ഇനിയുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. ഞാനത് പറഞ്ഞില്ലേ, നിങ്ങൾ പറയും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ എടുത്ത വാക്യം എന്തുവാണെന്നും പുള്ളി പറഞ്ഞില്ല. അതുകൊണ്ട് 2 കാര്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലെ 2-ാമത്തെ ഭാഗമാണ് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ഒരു രാത്രി. ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലോ, ആർക്കും പ്രവർത്തിക്കാത്ത രാത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശുക്രിസ്തു ഏകദൈവം, യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം. മറ്റേ 3 സുവിശേഷകരിൽ നിന്ന് വ്യത്യസ്തമായി യോഹന്നാന്റെ അടുത്ത് യേശു ദൈവമാണെന്ന് തെളിയിച്ചു. അതെ, ഓരോ അധ്യായത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ ക്രിസ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. 3-ാം അധ്യായത്തിൽ നിക്കോദോമസിനോടുള്ള ബന്ധത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിയോടുള്ള ബന്ധത്തിൽ ആത്മാവാകുന്ന ദൈവം. 5-ാം അധ്യായത്തിൽ കൊളക്കരയിൽ കിടക്കുക സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുമെന്ന ജീവന്റെ അപ്പമായ ദൈവം. 7-ാം അധ്യായത്തിൽ ആത്മ നിറവനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം. 8-ാം അധ്യായത്തിൽ അവൻ സാക്ഷാൽ വെളിച്ചമായ ദൈവം. 9-ാം അധ്യായത്തിലെ വിഷയം പിറവയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം. പിന്നെ മുൻപോട്ടുള്ള അധ്യായം നിങ്ങൾക്കറിയാം. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരോട് പറയാതെ ആണ്ടാ പോകുന്നതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. മോളെ 2 വാക്യം വായിച്ചോ, 29, 35. അറിവുള്ള വാക്യമാ. യോഹന്നാന്റെ സുവിശേഷം 1-29, 35. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവകുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളിറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നും വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും ഒക്കെ പറഞ്ഞ് അലങ്കാര ഭാഷയ്ക്ക് ഈ പുസ്തകത്തിൽ പലയിടത്തും രേഖപ്പെടുത്തി. ഇവിടെ പറയുക ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്. അധികം വ്യാഖ്യാനിക്കുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ കുഞ്ഞാട് അറക്കപ്പെടുന്നുണ്ട്. ഇസഹാക്കിന് പകരം ഒരു കുഞ്ഞാട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വീടൊന്നിന് ഒരാട്ടിൻകുട്ടി, ഓരോ കുടുംബത്തിന് വേണ്ടി അറക്കപ്പെടുന്ന കുഞ്ഞാട്. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ 12 ഗോത്രങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് പോകുന്ന ഒരാട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ഉൽപ്പത്തി 22-ൽ വ്യക്തിക്ക് വേണ്ടി മാത്രം അറക്കപ്പെട്ട കുഞ്ഞാട്, പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട കുഞ്ഞാട്, ലേവിയ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രം അത് അറക്കപ്പെടുന്ന പാപമേറ്റെടുത്ത കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാട് വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല മുഴു ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. യേശുക്രിസ്തു സകല മാനവരാശികളുടെയും പാപം വഹിച്ച് ചുമന്നവനാ. ഇന്ന് രാത്രി യേശുവിൽ കൂടിയ രക്ഷ. 2-ാം അധ്യായം കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എല്ലാം വിവരിക്കുന്നില്ല. പച്ചവെള്ളം വീഞ്ഞാക്കി. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചു. യേശുവിൻ്റെ അമ്മ മറിയം, ആ അമ്മയുടെ അനിയത്തിയാണ് ശലോമ. ശലോമയുടെ മകനാണ് യോഹന്നാൻ. യോഹന്നാൻ്റെ കല്യാണമാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു വിശേഷത, യോഹന്നാനാ എഴുതിയെങ്കിലും യോഹന്നാൻ്റെ പേര് ഈ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക് പോലും പറഞ്ഞിട്ടില്ല. നമ്മളന്ന് എല്ലാ അധ്യായത്തിലും വീട്ടുപേര് സഹിതം എഴുതും. തന്നെയല്ല, കല്യാണത്തിന് യോഹന്നാൻ്റെ കല്യാണമാണ്. പക്ഷെ അതിൻ്റെ മുഖവര നിങ്ങൾ നോക്കിയേ, എങ്ങനെ എഴുതിയേക്കുന്നത്? 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഒരു കല്യാണം എന്നാ യോഹന്നാന്റെ എഴുതിയ പുള്ളിയുടെ കല്യാണമാണ്. നമ്മളായിരുന്നു എങ്ങനെയായിരുന്നു എഴുതിയെന്ന്? ദൈവത്തിന് മഹത്വം. എൻ്റെ കല്യാണ ദിവസം എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോൻ യേശു ഉണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളിയെ വിളിച്ചതാ. തിരക്കുകളുടെ നടുവിലും പുള്ളി എൻ്റെ കല്യാണത്തിന് വീഞ്ഞിനൊരു ചെറിയ ഷോർട്ടേജ് വന്നു. അപ്പോൾ കൊച്ചമ്മ കയറി കാര്യം, അയ്യോ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കാൻ നന്നായി.
യോഹന്നാന്റെ എഴുത്തിന്റെ 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. ഗലീലയിലെ കാനാവിൽ, ഇതെല്ലാം നിന്ന് പറയേണ്ടതാ, ഞാൻ ഇച്ചിരി 5 സമയം കൂടുതൽ എടുക്കും. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം. അതിന്റെ ഗലീലയിലെ കാന എന്ന് എടുത്ത് പറഞ്ഞേ. ഇനി അതിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. ആ കാനാവിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു തന്റെ മഹത്വം, ആദ്യത്തെ അത്ഭുതമാണ്. അതെന്നാ ഗലീലയിലെ കാനാവിൽ ഈ മഹത്വം വെളിപ്പെടുത്താൻ കാര്യം? കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്താർ, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്താർ. കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോകനാഥ. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത. കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോകനാഥ, ദേവാ ദേവാ ത്രിലോകനാഥ. കാനാവിലെ കല്യാണ നാളിൽ, കാനാവിലെ കല്യാണ നാളിൽ ശുദ്ധ ജലത്തെ വീഞ്ഞാക്കി തീർത്ത, ശുദ്ധ ജലത്തെ തീർത്ത. കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും, കരുണാനിധിയെ കനിയണം ദിനവും. അപ്പൊ കാനാവിലെ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തി. അതന്നെ അങ്ങനെ എഴുതാൻ കാര്യം ഒറ്റ വാക്കിൽ പറയാം. ഈ ഗലീല എന്ന് പറയുന്ന സ്ഥലം അത്ര നല്ല സ്ഥലമല്ല, മറ്റുള്ളവർക്ക് അത്ര തൃപ്തി ഉള്ള സ്ഥലമല്ല ഗലീല. കാരണം ഗലീലയിലെ ആൾക്കാർക്ക് വിദ്യാഭ്യാസമില്ല, അവര് പഠിപ്പുള്ളവരല്ല, ഈ ദേശവും അത്ര നല്ലതല്ല. അതിനൊരു ഉദാഹരണം, ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ 18 ഭാഷക്കാര് വന്ന സമയത്ത് അപ്പോസ്തലന്മാര് മിക്കവരും ഗലീലക്കാരാ. അപ്പോസ്തലന്മാര് മിക്കവരും പത്രോസ്, അന്ത്രയോസ്, പിന്നെ യോഹന്നാൻ, യാക്കോബ്, ഇവരെല്ലാം ഗലീലക്കാരാ. സംശയമുണ്ടല്ലോ. മോളെ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12 മുതലാന്ന് തോന്നുന്നു. അവിടെ യേശു അനന്തരം ആത്മാവ് അല്ലല്ല 1-ാം അധ്യായത്തിന്റെ 14 എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ, അവിടുന്ന് ഗലീല കടൽപ്പുറത്ത് കൂടി നടക്കുമ്പോൾ ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും, അവര് ഗലീലക്കാരാ, ശീമോനും അവന്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ടു.
അവർ മീൻ പിടിക്കുന്നവർ ആയിരുന്നു. മീൻപിടുത്തക്കാരാ. ഞാൻ വരാൻ പറഞ്ഞു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. അടുത്തത്, ഉടനെ അവർ വല വിട്ടവനെ അനുഗമിച്ചു. വിട്ട് വേർപാടാകട്ടോ, അത് വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. അടുത്ത വാക്യം. അവിടെ നിന്നും അല്പം മുൻപോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവന്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. മറ്റവര് വീശുന്നു, ഇവര് രണ്ടെണ്ണം. എല്ലാത്തിനും യേശുവിന് വേണം. മീൻ പിടിക്കുന്നവന് യേശുവിന് വേണം, വല നന്നാക്കുന്നവന് യേശുവിന്. വല നന്നാക്കുന്ന ചില മീൻ കയറിയ വല കീറും. അപ്പം ഇതിന് നന്നാക്കാൻ ഇവിടെ ആള് വേണം. ആത്മാക്കളെ കൊണ്ട് നേടി ഇവിടെ കൊടുക്കുമ്പോൾ ഇവരകത്തിരിക്കുന്ന ആള് പൊട്ടിയ കണ്ണി പരുവക്കേടുള്ളതെല്ലാം നന്നായിട്ട് ഉപദേശം പറഞ്ഞ് നന്നാക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല, എല്ലാം സർവജ്ഞാനിയല്ലേ. അപ്പം വീശുന്നവനെ പിടിച്ചു, നന്നാക്കുന്നവനെയൊക്കെ വേണം ദൈവത്തിന്. ഇവരെല്ലാം ഗലീലക്കാരാ. ഗലീല എന്ന് പറഞ്ഞാൽ അത്ര വിദ്യാഭ്യാസമുള്ള സ്ഥലമല്ല, മീൻപിടുത്തക്കാരുവാ. അതിൽ യോഹന്നാൻ ചുമ്മാ മീൻപിടുത്തക്കാരനല്ല, കാശുള്ള മീൻപിടുത്തക്കാരനാ. ചുമ്മാ മത്തിയും പിടിച്ചോണ്ട് വരുന്ന ആളല്ല, പുള്ളിക്ക് ഇച്ചിരി കാശുള്ള ആളാ. അതിന് ഒരു തെളിവ് അടുത്ത വാക്യം വായിക്കുമ്പോൾ കേൾക്കാം. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട്. യോഹന്നാന് കൂലിക്കാരെ നിർത്തി മീൻപിടുത്തം നടത്തുന്ന ആളാ, ഇച്ചിരി തരകനാ, ഇച്ചിരി കാശുള്ളവനാ. പക്ഷെ വിദ്യാഭ്യാസം അത്ര. അതല്ലേ അപ്പോസ്തലപ്രവൃത്തി. ഇവര് പഠിപ്പില്ലാത്തവരും സാമാന്യ ആൾക്കാരാ. അപ്പം ഇവര് ഈ പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുക. അപ്പൊ ഈ വന്നവര് പറഞ്ഞ് ഇവരെല്ലാം ഗലീലക്കാരല്ലേ, പിന്നെ ഇവര് പറയുന്നതെല്ലാം ഭയങ്കര വൻ കാര്യമല്ലേ. ഇവര് ഗലീലക്കാരാ, വലിയ വിദ്യാഭ്യാസമുള്ള, പക്ഷെ പറഞ്ഞു വെക്കുന്നതെല്ലാം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലമായി ഗലീല. യേശു കർത്താവ് അവിടെ തന്റെ മഹത്വം വെളിപ്പെടുത്തിയത്. ഈ ഗലീലയെ പറ്റി കുറച്ചുകൂടെ പുറകോട്ടിറങ്ങിയാൽ, പണ്ട് ഈ ശലോമോൻ ദൈവാലയം പണിതു. അപ്പൻ ദാവീദ് പണിയാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം പറഞ്ഞു, വേണ്ട, നിന്റെ മകൻ ശലോമോൻ പണി. അവന് ഹീരാമിനോട് തടിയെല്ലാം മേടിച്ചു. അപ്പൻ്റെ സ്നേഹിതനാ ഹീരാം. തടിയെല്ലാം കൊണ്ട് കൊടുത്തു, തടിയെല്ലാം കൊണ്ടുവന്ന് ആലയം പണിതു. അപ്പൊ തടി ഈ ദേവദാരുവും പിന്നെ ഒലിവും സരളവൃക്ഷമൊക്കെ കൊണ്ട് കൊടുത്തെന്ന മോളയാണ്ട രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം കണ്ണിക തുടങ്ങുന്നിടത്ത് 9:10. ശലോമോൻ യഹോവയുടെ ആലയം, രാജധാനി എന്നീ 2 ഭവനവും 20 സംവത്സരം കൊണ്ട് പണിത ശേഷം സോർ രാജാവായ ഹീരാം ശലോമോന് അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരുവും സരളമരവും സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട്. പണ്ടൊരാൾ വായിച്ചു സരള മരം കൊടുത്തെന്ന് പറഞ്ഞു. അപ്പം വേറൊരാൾ പറഞ്ഞു അവള് കൊടുക്കും. അത് അങ്ങനെ മരം കൊടുക്കാനെങ്കിലും താല്പര്യം ഉണ്ടായല്ലോ സരളയ്ക്ക്. അപ്പം ദേവദാരുവും സരളമരവും പിന്നെ സ്വർണവും കൊടുത്തിരുന്നത് കൊണ്ട് ശലോമോൻ രാജാവ് ഹീരാമിന് ഗലീല ദേശത്ത് 20 പട്ടണം കൊടുത്തു. 20 പട്ടണം എവിടാ കൊടുത്തത്? ഗലീല ദേശത്ത്. ഭയങ്കര ബുദ്ധിക്കാരനാ ശലോമോൻ, നല്ല പൊരിഞ്ഞ മോനാ. 20 പട്ടണം കൊടുത്തു. അടുത്തത് ശലോമോൻ ഹീരാമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സോരിൽ നിന്ന് വന്ന് ഹീരാം സോരിൽ നിന്ന് വന്നു. അടുത്തത് എന്നാൽ അവന് ബോധിച്ചില്ല. അങ്ങനുണ്ട്, അത്ര സാധന കൊടുത്തത്. കൊടുത്തെന്ന പേരേ ഉള്ളു, ഒന്നും ബോധിച്ചില്ല. അപ്പം ബോധിക്കാൻ പുള്ളി പറഞ്ഞു തന്നെ, സഹോദരാ നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്നവൻ പറഞ്ഞു. എന്റെ സഹോദര, ഗുണം വരുത്താനെങ്കിലും താടാ. എനിക്കും ഗുണം വരുന്നില്ല, നിനക്കും.
ഇതെന്തുവാ ഈ പട്ടണം? ഇതാണോ ഈ പട്ടണം? അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം എന്ന് കാബൂൽ ദേശം, ഇരുണ്ട സ്ഥലം, അന്ധകാര സ്ഥലമായത്. വേറൊരു വാക്യം കൂടെ ഇതിന് ചേർത്ത് വായിച്ചേ, ഒത്തിരി പറയാനുണ്ട്, പെട്ടെന്ന് അങ്ങ് നിർത്താം. യെശയ്യാ പ്രവചനം 9:1 വായിച്ചേ മോളെ. നിങ്ങൾ രണ്ടുപേര് നന്നായിട്ട് വായിക്കുന്നുണ്ട് കേട്ടോ. യെശയ്യാവ് 9:1 വായിരും, പെട്ടെന്ന് വായിച്ചോ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന്, ഈ ദേശത്തിന്റെ കുഴപ്പടിയ കഷ്ടത, പിന്നെ തിമിരമുള്ള ദേശം, പിന്നെ പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും ഹീനതയുള്ള ദേശം, പിന്നെ പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം, ഇരുട്ടിൽ ഇപ്പൊ ഈ ദേശമല്ല ഇരുണ്ട സ്ഥലമാ കാബൂല്. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് ഇരുട്ടുള്ള സ്ഥലം, അന്ധകാരം, തിമിരം, കാബൂൽ ദേശം, ഇരുണ്ട സ്ഥലം, ഗുണമുള്ള ദേശമല്ല. ഇവിടെ പാർക്കുന്നവരും അങ്ങനത്തെ ആൾക്കാരാ. വലിയ സ്റ്റാൻഡേർഡ് ഒന്നും, വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ക്ഷീണം. അതിനൊരു തെളിവ് തരാം, ഒത്തിരി ഉണ്ട് ഒരു തെളിവ്. ഇവരുടെ ആ രീതിയെ, ഒന്ന് എന്ത് പറഞ്ഞാലും കയറി ഉടനെ മറുപടി പറയും പീറ്റർ. കേൾപ്പാൻ വേഗതയും പറവാൻ താമസം, പുള്ളിക്കാരൊന്നും വിളിച്ചില്ല, കയറി അടിച്ചു കളയും. 2 പ്രാഗി. പത്രോസ് യേശുവിനെ പ്രാഗി എന്ന് എഴുതിയിട്ടുണ്ട്. എന്തോ നമ്മുടെ രീതി അനുസരിച്ച് നമ്മൾ പറയാം, ഈ കാലൻ്റെ കൂടെ കൂടിക്കൊണ്ടിരുന്ന് തീ കായാൻ പോലും ഇതൊക്കെ ഈ പ്രാകുന്നേ. അതെ, അങ്ങനെ പ്രാകുന്നേ. പത്രോസ് പ്രാഗി, കാരണം ആ ദേശത്തെ രീതി അതാ. അടുത്തത് ഒരു തെളിവ് കൂടെ തരാം. അവരുടെ ആ രീതിയെ യേശു കടൽക്കര വന്നപ്പം മനസ്സിലായില്ല. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചെല്ലാം ഇച്ചിരി കഴിഞ്ഞപ്പം മനസ്സിലായി. യേശു അത് എടുത്തൊരു ചാട്ടം. എങ്ങനെ ചാടിയെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, മനസ്സിലാകുന്നില്ല. ചാടിയേച്ച് ഇനി കയറുക. ഓ, നിങ്ങൾ പുസ്തകമൊന്നും വായിക്കുന്നില്ലേ? ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ അവിടെ കയറുകയല്ല. കാരണം വെള്ളത്തിൽ ചൂടെ താന്ന് കിടന്ന ഗുരു എപ്പോഴാണ് ഗുരു വന്നേ? ഓ ആട്ടെ അവിടെ നമ്മളവിടെ കിടന്നോണ്ട്, വെള്ളത്തിൽ കിടന്നോണ്ടേ. ഓ, നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. അപ്പൊ ഇവര് അത്രയ്ക്ക് വിദ്യാനിപുണന്മാരല്ല, സ്റ്റാൻഡേർഡ് ഉള്ളവരല്ല. ഇത് ഇരുണ്ട സ്ഥലമാ, കാബൂൽ ദേശമാണ്. പക്ഷെ യേശുക്രിസ്തു തന്റെ കന്നി പ്രസംഗം അവിടെ ചെയ്തിട്ട് ആ കാനാവിൽ അവിടുന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അതല്ല, പക്ഷേ അടുത്ത വാക്യമാ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, ശലോമോന് ജ്ഞാനം ഉണ്ടായിരുന്നു. ഹീരാമാര, സോർ രാജാവ, കാശുകാര. സങ്കീർത്തനം 45 വായിക്കുന്ന സോർ നിവാസികൾ ദേശത്തിലെ ധനവാന്മാർ, അവർ കാഴ്ചവെച്ച് മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി. അപ്പം സോർ രാജാക്കന്മാർ കാശുള്ളവരാ. കാശുള്ള പുള്ളിക്ക് ആ ഗുണം പിടിക്കാത്ത 20 പട്ടണം പുള്ളി കൊടുത്തത്. അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ശലോമോൻ വലിയ ജ്ഞാനിയാ. ശലോമോന്റെ ജ്ഞാനം കൊണ്ട് ഈ ദേശത്തൊരു മഹത്വം വന്നില്ല. കാശുള്ള ഹീരാമിന്റെ കാശ് കൊണ്ട് ഈ ദേശത്തിന് ഒരു മഹത്വം വന്നില്ല. എന്നാൽ ശലോമോനിലും വലിയവൻ, ഹീരാമിനേക്കാൾ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവനാകുന്ന യേശു വന്നപ്പോൾ ആ ദേശത്ത് മഹത്വം വെളിപ്പെട്ടു. ഇന്ന് രാത്രി നിന്റെ പണത്തിനും പ്രതാപത്തിനും കുടുംബശ്രേഷ്ഠതയ്ക്കും നിന്റെ ജ്ഞാനത്തിനും തരാൻ പറ്റാത്ത മഹത്വം യേശുവിൽ കൂടി വെളിപ്പെടും. വിശ്വസിക്കുന്നവരിന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഏതാനും നിമിഷം കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. 2-ാം അധ്യായത്തിൽ പച്ചവെള്ളം വീഞ്ഞാക്കി 3 നിത്യജീവൻ കൊടുക്കുക. രാത്രി നിക്കോദോമസ് വന്നു. ആരാ? പരീശന്മാരുടെ ഒരു പ്രമാണിയോ. ഒന്ന് പരീശൻ എന്ന് പറഞ്ഞാൽ പ്രമാണമൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. സദൂക്യർക്ക് ഇത് വിശ്വാസമില്ല. ദൂതനില്ലെന്ന് വിശ്വസിക്കുന്നവർ, ആത്മാവില്ലെന്ന്. പക്ഷെ പരീശൻ അങ്ങനല്ല, ദൂതനുണ്ടെന്നും ആത്മാവുണ്ടെന്നൊക്കെ വിശ്വസിക്കുക. പക്ഷെ അങ്ങനെ വിശ്വാസമുള്ള പുള്ളിയോടാ പറഞ്ഞ വീണ്ടും ജനിക്കണമെന്ന്. ആര് വീണ്ടും ജനിക്കണം? പ്രമാണം അറിയാവുന്ന നീയും വീണ്ടും ജനിക്കണം. 2, പുള്ളി പ്രമാണിക, പ്രാമാണിത്വം ഉള്ളവരുണ്ട്. ഞങ്ങൾ നാട്ടിലെ പ്രമാണികളാ, ഞങ്ങൾ വീണ്ടും ജനിക്കുക, നീയും വീണ്ടും ജനിക്കണം. 3, ആരൊക്കെ ജനിക്കുമെന്നുള്ളത് ആ അധ്യായത്തിലുണ്ട്.
കർത്താവ് വെച്ചു, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ട് നീ ഇതറിയുന്നില്ല. അപ്പം ഉപദേഷ്ടാവും വീണ്ടും ജനിക്കണം. ഉപദേഷ്ടാവും വീണ്ടും ജനിക്കണം. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, എല്ലാവരും വീണ്ടും ജനിക്കണം. ദൈവത്തിന്റെ മഹത്വം. പുള്ളിക്ക് തിയോളജി അറിയാം. ആർക്കാ? നിക്കോദോമസിന്. പുള്ളി പറഞ്ഞു, ഗുരു നീ മേളിൽ നിന്ന് വന്നതാണെന്ന് എനിക്കറിയാം, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്നും അറിയാം, അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ പുള്ളിക്ക് ക്രിസ്റ്റോളജി അറിയാം. ക്രിസ്റ്റോളജി അറിയാവുന്ന നീയും വീണ്ടും ജനിക്കണം. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ഇന്ന് വെളുക്കോടെ ഇരുന്ന് പ്രസംഗിക്കും. നിങ്ങൾ ചിലർ കേൾക്കാൻ നല്ല താല്പര്യത്തോടെ ഇരിക്കുന്നെന്നും എനിക്കറിയാം. എങ്കിലും എല്ലാത്തിനും സമയപരിധിയുണ്ട്. ചിലർ എന്നെ പ്രാകും, കാലം നിർത്തുന്നുമില്ല, ഞങ്ങൾക്ക് പോവുകയും ചെയ്യണം എന്ന് ഇപ്പം തന്നെ ഹൃദയത്തിൽ പറഞ്ഞു എന്ന് തന്നെ ദൈവം തമ്പുരാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് നിർത്തുകയല്ല, ഞാൻ അടങ്ങുക. ദൈവത്തിൻ്റെ മഹത്വം. ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം, ഈ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിച്ച് നിൽക്കണം. ഇന്നലെ ഇന്നും പറഞ്ഞതിൻ്റെ രക്തം ചുരുക്കം പറഞ്ഞ് ഇന്ന് അങ്ങ് നിർത്താം. ദൈവത്തിൻ്റെ മഹത്വം. സുവിശേഷം എല്ലാവരും കേൾക്കേണ്ട വാർത്തയാണ്. 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം അതെല്ലാം പറയാനൊക്കത്തില്ല. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ആ രാത്രിയിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, സമയം പോകും. പുറപ്പാട് പുസ്തകം 14-20 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആ രാത്രി ദൈവം ഒരു കാറ്റടിപ്പിച്ചു. ചെങ്കടലിൽ ഒരു കാറ്റ്. മിസ്രൈമി സൈന്യം പുറകെ വരുന്നു, ഇസ്രയേൽ മുമ്പോട്ട് പോകുന്നു. മുമ്പിൽ വന്ന ദൂതൻ വന്ന് ഇവരുടെ പുറകെ നിന്നു, മേഘസ്തംഭവും വന്ന് നിന്നു. ഇവർക്ക് ഇരുട്ടും അവർക്ക് വെളിച്ചു. സ്തോത്രം. അന്ന് രാത്രി ദൈവം ഒരു കാര്യം ചെയ്തു. മോശയോട് പറഞ്ഞു, വടികെടുത്ത് കടൽ നീട്ടാൻ പറഞ്ഞു. നീട്ടി. ദർശനമില്ലാത്ത വെളിപ്പാടില്ലാത്തവൻ നോക്കുമ്പോൾ ഒരു വലിയ 80 വയസ്സ് കഴിഞ്ഞൊരു കിളവൻ ഉണക്കക്കമ്പും പിടിച്ച് നിൽക്കുന്നു. പക്ഷേ ആത്മദർശനം പ്രാപിച്ച യെശയ്യാവ് പറഞ്ഞ എന്നാണെന്നറിയാമോ? മോശയുടെ വലങ്കയുടെ മീതെ യഹോവയുടെ മഹത്വമുള്ള ഭുജം വന്നു. ഇന്ന് രാത്രി ദൈവം ഒരു കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ ഉണക്കി. നിന്റെ പിന്നാലെ പാഞ്ഞു വരിക, നിന്നെ വിഴുങ്ങിക്കളയാൻ ശത്രുവിന്റെ കയ്യിൽ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ആ രാത്രിയിൽ കാറ്റടിപ്പിച്ച് കടലിനെ ഉണക്കി അവൻ വെള്ളം മതിലാക്കി നിർത്തി. ഒരു കുളമ്പ് പോലും പട്ടുപോകാതെ ദൈവം മറുകര കയറ്റി. പിടിക്കുമെന്നൊക്കെ പറഞ്ഞാൽ പറവാൻ വന്ന, ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, എൻ്റെ ആശയം അവരാൽ പൂർത്തീകരിക്കും, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ വന്ന. പക്ഷെ ഒരു 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 കുളമ്പ് പോലും അവൻ്റെ കയ്യിൽ കൊടുത്തില്ല. ദൈവം ഇതിനെല്ലാം തൂത്തടിച്ച് മറുകര കേട്ടി. പാട്ടൊക്കെ പാടിയാ പ്രസംഗിക്കുന്നത്. എന്തൊക്കെയാ മുഴുവൻ സാധനം ഇഞ്ഞ് കൊണ്ടുപോകണമെന്നാ. അത് സാറ് കൊടുത്തിരിക്കുന്ന ഒരു വരികൊണ്ട്, പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. അപ്പൊ പെട്ടി, മേശ, കട്ടില്, ശിശു, തൊട്ടി, പട്ടി, ചട്ടി, കുട്ടി, പെട്ടി, തട്ടി, മുട്ടി. പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. പെട്ടികൾ മേശകൾ കട്ടിൽ ശിശു തൊട്ടിൽ അരികിടും പുട്ടിൽ. മുട്ടി വിറകതിൻ മട്ടിൽ എല്ലാം ലൊട്ടുലൊടുക്കുകൾ കൂട്ടി. ചട്ടിമരം കല്ലം കൊട്ട നല്ല ചട്ടുച്ച വട്ടികൾ ചട്ട. ഇതെല്ലാം മുഴുവൻ എണ്ണം കൊണ്ടു അടിച്ച് മറുകര കയറ്റി. അന്ന് രാത്രി ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി വഴി തുറന്നു. ഇന്ന് രാത്രി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രിയിൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. എടുത്തു വായിപ്പിക്കുന്നില്ല. എസ്തേർ 6-ാം അധ്യായം വായിക്കുന്ന, അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് ഉറങ്ങാതെ കിടക്കുന്ന രാത്രി. ആ രാത്രിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അപ്പുറം ഒരുത്തൻ കഴുകുമരം ഒരുക്കുക, 50 മുഴ ഉയരമുള്ള. ആ രാത്രി അവൻ്റെ വെമ്പളയും അവൻ്റെ ചിങ്കിടി എല്ലാം കൂടെ വെമ്പളയായത് പറഞ്ഞു കൊടുത്ത, അച്ഛാ കഴുകുമരം 50 മുഴത്തിന് ഒരുക്കണം. അവൻ അവിടെ കിടന്ന് ആടുന്നത് എല്ലാവരും കാണണം. ആരാടുന്നത്? മൊർദെഖായി. അവൻ കിടന്ന് ആടുന്നത്. അച്ചായൻ പോകുമ്പോൾ അവൻ മൈൻഡ് ചെയ്യുന്നില്ലല്ലേ. നമ്മൾ അതാ എൻ്റെ കുഞ്ഞനാമ്മ എനിക്ക് സങ്കടം. അച്ചായന് എല്ലാവർക്കും വലിയ കാര്യമായി, ഇവൻ മാത്രം അവനെ നമുക്ക് തൂക്കി ആടിക്കണം. ഈ തന്തയാര് 50 മുഴ ഉയരമുള്ള കഴുകുമരം രാത്രി ഒരുക്കി. ഇവനിവിടെ കഴുകുമരം ഒരുക്കുമ്പം സ്വർഗത്തിലെ ദൈവം രാജാവിൻ്റെ ഉറക്കം തടഞ്ഞു. രാജാവിനുറക്കം, നമ്മളുറക്കം വരാതിരിക്കുമ്പോൾ മൊബൈൽ എടുക്കുക. രാജാവ് മൊബൈലല്ല എടുത്തത്, ദിനവൃത്താന്ത പുസ്തകം, ഡെയിലി ഡയറി. അതുകൊണ്ടെന്ന് വെച്ച് മറിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു താള്
മൊർദെഖായിയെ പറ്റി. തന്നെ കയ്യേറ്റം ചെയ്യാൻ വന്ന രണ്ട് വിദ്വാന്മാരുണ്ട്, ഷണ്ണന്മാർ. ആ കാര്യം മൊർദെഖായി വന്ന റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ അന്വേഷണ കമ്മീഷനെ വെച്ചപ്പോൾ കറക്റ്റ് കാര്യമാണ്. അവന്മാരെ തട്ടിക്കളഞ്ഞു. ഇത് അറിയിച്ച മൊർദെഖായിക്ക് വല്ലതും കൊടുത്തോന്ന് ചോദിച്ചു. ഒന്നും കൊടുത്തില്ല. ആരവിടെ? അപ്പം ഹാമാൻ വെളിയിൽ നിൽക്കുക, ഒരു പെറ്റീഷനുമൊക്കെ എഴുതി അത് ചുരുട്ടിപ്പിടിച്ച് നിൽക്കുക. രാജാവ് എഴുന്നേറ്റാണ് ഇത് കൊടുക്കണം. ഏതാ? കഴുകുമരത്തിൽ ഹാമാനെ തൂക്കാൻ. ഇവനിത് കൈ പിടിച്ചെങ്കിലും എൻ്റെ ചിന്ത അകത്തോട്ട് കയറുമ്പോൾ രാജാവ് ഇതെല്ലാം വായിച്ച് വെച്ചിരിക്കരുത്. രാജാവ് വെച്ചു, ഇടേ രാജാവ് ബഹുമാനിക്കുന്ന പുരുഷന് എന്നാ ചെയ്യണം? അപ്പോൾ ഈ പുള്ളി കൊടുത്ത് കൊച്ചുവളപ്പാങ്കാലത്ത് എന്നെ അല്ലാതെ വേറെ ആരാ? അവനുടനെ തന്നെ കടലാസ് ഊരോട്ട് കളഞ്ഞേച്ച് പറഞ്ഞ് രാജാവ് കയറുന്ന കുതിരപ്പുറത്ത് കയറ്റി രാജവസ്ത്രം ധരിച്ച് കിരീടമൊക്കെ അങ്ങോട്ട് വെച്ച് രാജവീതികളിൽ കൂടി വിളിച്ച് പറയിപ്പിക്കണം, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ. ഉടനെ രാജ പറഞ്ഞു, നീ പെട്ടെന്ന് എന്ന് മൊർദെഖായിക്ക് ഇത് ചെയ്യണം, ഒട്ടും കുറയരുത്. പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഇവന് 110 പോയത്. ഇതെല്ലാം വിളിച്ച് പറഞ്ഞ് ഇവനാ നിന്ന് വിളിച്ച് പറയുന്നത്, രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇങ്ങനെ ഇരിക്കും. അയ്യോ, അവസാനം വീട്ടിൽ ചെന്നപ്പോൾ തള്ളച്ച് പറഞ്ഞു, തള്ള നേരെ ഉള്ള പ്ലേറ്റ് തിരിച്ച്, അത് അവൻ യഹൂദനാന്നെ ജയിക്കുകയല്ലോ എന്ന് പറഞ്ഞു. ഇതുങ്ങളെ ഒന്നും വിശ്വസിക്കാനൊക്കെ അല്ല, തിരിച്ച് മറിച്ച് മർദ്ദാനം പറയും. ഈ തള്ള തന്നെ പറഞ്ഞ കഴുകമരം ഉണ്ടാക്കി തൂക്കാൻ. പരുവക്കാടാന്ന് കഴിഞ്ഞപ്പോൾ തള്ള തന്നെ തുടങ്ങി ജയിക്കുക. അയ്യോ, പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ്, ഞാൻ ഓടിച്ചൊന്നുമല്ല. ഒരെണ്ണത്തിനെ വിശ്വസിക്കാനൊക്കെ. എന്തിനേറെ ആ കഴുകമരത്തിൽ ഹാമാനെ തൂക്കി. നിനക്ക് വിരോധമായി രാത്രി കഴുകമരം ഒരുക്കും. പക്ഷെ ദൈവം ചിലരുടെ ഉടക്കത്തെ തടഞ്ഞ് നിനക്ക് വേണ്ടി വഴിവെട്ടി തുറക്കും. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രിയിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇനിയും എടുക്കുന്ന ഭാഗമൊക്കെ നന്നായിട്ട് മണിക്കൂറുകൾ പറയുന്നതാ, വിസ്തരിക്കുന്നില്ല. അന്ന് രാത്രി ബേൽശസ്സർ കൊല്ലപ്പെട്ടു. ആ രാത്രി തന്നെ, ആ രാത്രി പുള്ളി 1000 മഹത്തുക്കൾക്ക് വിരുന്നൊരുക്കി. പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന്, പരിചാരകന്മാർ വന്നു, അടിച്ച് പെരുക്കുക. അവൻ ഒഴിക്കടാന്ന് പറഞ്ഞ് ജോണി വാക്കർ. അങ്ങനൊരു സാധനം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ അടിച്ച് പെരുക്കുക. അങ്ങനെ പെരുക്കിയപ്പം പുള്ളിക്കൊരു ഇളക്കം. ഇതിനകത്ത് കുടിച്ചിട്ട് അങ്ങോട്ട് കിക്കാകുന്നില്ലെന്ന്. അപ്പോൾ ചോദിച്ചു, തിരുമേനി പിന്നെ ഏതിനകത്താ? ഞങ്ങളുടെ അച്ചായൻ പണ്ട് യെരുശലേമിൽ ചെന്നപ്പം ആ പള്ളിക്കകത്ത് നിന്ന് കുറച്ച് സാധനമല്ല. നീ പള്ളിയിൽ കയറി കളിക്കുന്നതൊക്കെ പള്ളിക്കകത്തുള്ളവൻ കളിക്കുക, അവനെ വേറെ പിടുത്തം പിടിച്ചോളും. എൻ്റെ അച്ചായൻ പണ്ട് യെരുശലേമിൽ ചെന്ന് പള്ളിക്കകത്ത് നിന്ന് കുറേ സാധനം കൊണ്ടുവന്ന് നമ്മുടെ ദാഗോന്റെ ശിനാർ ദേശത്ത് ദേവന്റെ ക്ഷേത്രത്തിൽ അറക്കകത്തുണ്ട്, അത് പൊക്കിക്കൊണ്ട് വരാൻ. പരിചകാരന്മാർ ഓടിച്ചെന്ന് പൊൻപള്ളിപ്പാത്രം, ദൈവം വിശുദ്ധീകരിച്ച പാത്രം കൊണ്ടുവന്ന് വെച്ചു. അതിനകത്തോട്ട് മദ്യമൊഴിച്ച് യവനുവൻ്റെ വെപ്പാട്ടുകളെല്ലാം കൂടെ കുടിച്ച് അവിടെ കൊണ്ട് കുടിച്ചു, രസിച്ചു, സ്തുതിച്ചു. ഇങ്ങനെ 3 പദമാണ്. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. ഇത് കുടിച്ച് കഴിയുമ്പോൾ പിന്നെ രസമാണല്ലോ അല്ലേ? അകത്തോട്ട് ചെല്ലുമ്പോൾ പിന്നെ ഒന്നും അറിയാൻ പറ്റില്ല. പാവത്തുങ്ങൾ കുടിച്ച്, പിന്നെ രസിച്ച്, പിന്നെ സ്തുതിച്ച്. ആരെയാന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അടിച്ച് കിക്കായി. അപ്പം ഈ ബാബിലോൺ കോട്ട ഏതാണ്ട് 100 ഗേറ്റ് ഉണ്ട്. പ്രധാന ഗേറ്റ് 4. ഈ 100 ഗേറ്റിൽ ഒരു ദിവസം ഒരെണ്ണവേ തുറക്കുകയുള്ളൂ. അത് രഹസ്യമാണ്, എല്ലാവരോടും പറയത്തില്ല. ഇത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവന്മാരിത് മുഴുവൻ തുറന്നങ്ങിട്ടു. തുറന്നിട്ടപ്പോൾ സ്തോത്രം, ശത്രു സൈന്യം അക്കരെ വന്നു, വെള്ളം വറ്റിച്ചു. ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. വെള്ളം വറ്റി, ഡാമിൻ്റെ മേളിലത്തെ ഷട്ടറങ്ങ് അടച്ചു, വെള്ളം ഇങ്ങോട്ട് വരുന്നില്ല. മുതലയൊക്കെ കിടക്കുന്നുണ്ട് വലിയോ. ചുരുക്കി പറഞ്ഞാൽ ശത്രു സൈന്യം കയറി ഇങ്ങോട്ട് വരാൻ യെശയ്യാവ് അതിനൊക്കെ എത്രയോ വർഷം മുമ്പ് കോരേശൻ്റെ ഇടയൻ അവനെൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും. കോരേശിന് വേണ്ടി ഞാൻ വഴി തുറന്നു കൊടുക്കും. താമർ കഥകളെ തകർത്തിരുമ്പോടാമലുകളെ ഖണ്ഡിക്കുന്ന ദൈവശക്തി വഴി തുറന്നു. ഇവന്മാര് വാതിലെല്ലാം കൂടെ ഈ രാത്രി നടക്കുന്ന സംഭവമാണ്. അടിച്ച് പെരുക്കിയപ്പം വാതിലെല്ലാം തുറന്നു കിടക്കുക. എൻ്റെ ഭാഷ ചക്രവർത്തി ശിങ്കടിയോട് ചോദിച്ചു, എടേ ഗേറ്റ് അടച്ചോ എന്ന് ചോദിച്ചു. എല്ലാ ദിവസവും അടയ്ക്കുന്നതാണ്. ഇതകത്തോട്ട് ചെന്നപ്പോൾ ഇവന് പോകാം. അവൻ പറഞ്ഞ അളിയ ഗേറ്റൊക്കെ നേരത്തെ അടച്ച. ചക്രവർത്തിയെ വിളിക്കുക അളിയാന്ന്. ഇത് ചെന്ന് കഴിയുമ്പോൾ പിന്നെ അപ്പനേതാ അളിയനേതാന്നൊന്നും രാജാവ് ചോദിച്ചടെ ഗേറ്റ് അടച്ചോ. അവൻ പറയാം അളിയൊക്കെ അടച്ചളിയാന്ന്.
ഉമ്മാവനെല്ലാം കൂടെ അടിച്ച് പെരുക്കിയപ്പോൾ കോരച്ചിങ്ങോട്ട് കയറി വന്ന് അടിച്ച് തൂത്ത് അന്ന് രാത്രി ബേൽഷസർ കൊല്ലപ്പെട്ടു. ആ രാത്രിയുടെ ഒരു പ്രകൃതിയാണ്, ദാനിയേലിനെ തടഞ്ഞ രാത്രിയാ. പ്രാർത്ഥിക്കുന്നവനെ തടഞ്ഞാൽ നീ മേടിച്ചു കിട്ടും, പ്രാർത്ഥിക്കുന്നവരോട് കയറി ഉതച്ചാൽ നീ മേടിച്ചു കിട്ടും. പ്രാർത്ഥിക്കുന്നവനെതിരെ നീ പദ്ധതി ഒരുക്കിയാൽ നിന്റെ പദ്ധതിയെ ദൈവം പൊളിക്കും. വിശുദ്ധിയുള്ള വേർപാടുള്ള പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർക്കെതിരെ ആര് പ്രതികൂലമായി വന്നാൽ അതിനെ അടിച്ചൊതുക്കുവാൻ കഴിവുള്ള ഒരു ദൈവം സ്വർഗത്തിലുണ്ട്.